ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ചാണ്. ഈയിടെയായി ടിവിയിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെയും ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ച് അനവധി കാര്യങ്ങൾ കേൾക്കുന്നു. ഈയിടെയായി ബ്രസ്റ്റ് ക്യാൻസറിന്റെ തോത് കൂടി വരുന്നതായി കാണപ്പെടുന്നു എന്ന് പറയുന്നു. അത് എത്രത്തോളം ശരിയാണ്? ഈയിടെയായി മാധ്യമങ്ങളിൽ ഒരുപാട് ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു ടോപ്പിക്കാണ് ബ്രസ്റ്റ് ക്യാൻസർ, അല്ലെങ്കിൽ ക്യാൻസർ തന്നെ കൂടുതൽ ഉണ്ടാവുന്നു, അതിൽ തന്നെ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ തോത് കൂടുന്നു, ഇങ്ങനെ ഒരുപാട് ന്യൂസുകൾ വരുന്നുണ്ട്. ഒരു പരിധിവരെ ഇത് ശരിയാണ്. ലോകത്തെമ്പാടും തന്നെ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ തോത് കൂടി വരികയാണ്. ഇന്ത്യയിൽ പ്രത്യേകിച്ചും കേരളത്തിൽ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ അളവ് കൂടി വരുന്നുണ്ട്. പക്ഷേ ഇതിനേക്കാളും കൂടുതൽ പ്രാധാന്യമുള്ളൊരു കാര്യം ബ്രസ്റ്റ് ക്യാൻസർ വരുന്ന സ്ത്രീകളുടെ പ്രായം കുറഞ്ഞു വരികയാണ്. അതാണ് ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ കൂടുതൽ നമുക്ക് ഭയാനകമായിട്ടുള്ള കാര്യം. അതിലാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ ഊന്നേണ്ടുള്ള കാര്യം. മുൻകാലങ്ങളിൽ ഒരു 20-30 വർഷങ്ങൾക്ക് മുന്നേ ആണെങ്കിൽ സ്ത്രീകൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരുന്ന പ്രായം 55 വയസ്സിന് ശേഷമായിരുന്നെങ്കിൽ അതിപ്പോൾ 40, 45, 50 വയസ്സുകളിലേക്ക് മാറിയിരിക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ ഒരുപാട് നമ്മുടെ ജീവിത സാഹചര്യത്തിലും മറ്റു കാര്യങ്ങളിലുണ്ടായിരുന്ന മാറ്റങ്ങളാണ് ഇതിൻ്റെ കാരണം. ഡോക്ടർ പറഞ്ഞു ജീവിതചര്യയിലുള്ള മാറ്റം ഒരു പരിധിവരെ ബ്രസ്റ്റ് ക്യാൻസറിന് ഉള്ള ഒരു കാരണമാണ്. മറ്റു പല കാരണങ്ങൾ ഉണ്ടല്ലോ, അതെന്തൊക്കെയാണ്? ക്യാൻസർ എന്ന് പറയുന്ന അസുഖം വരുന്നത് തന്നെ നമ്മളുടെ ജനിതകപരമായ കാരണങ്ങൾ കൊണ്ടാണ്. നമ്മളിൽ ഓരോ വ്യക്തിയും ജനിക്കുമ്പോൾ തന്നെ നമുക്കൊരു ജനറ്റിക് കോഡുണ്ട്. ആ കോഡ് അതിൽ എഴുതിയിട്ടുണ്ടാവും ഇത്ര ക്യാൻസർ വരാനുള്ള സാധ്യത ഇന്നയാൾക്ക് ഈ ജീൻ പ്രകാരം ഉണ്ടെന്നുള്ളത്. പക്ഷേ ആ ജനിതകപരമായ കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവും, അല്ലെങ്കിൽ ജനറ്റിക് കോഡുള്ള എല്ലാവർക്കും ക്യാൻസർ വരണമെന്നില്ല. അത് മോഡിഫൈ ചെയ്യുന്ന ഫാക്ടേഴ്സാണ് നമ്മളുടെ ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ്. അത് ജീവിതചര്യയിലുള്ള മാറ്റങ്ങൾ. അപ്പോൾ മുൻകാലങ്ങളിലൊക്കെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും കുടിക്കുന്ന വെള്ളവും ശ്വസിക്കുന്ന വായുവും ഒക്കെ വളരെ ശുദ്ധമായിരുന്നു. ഇപ്പോൾ അതിലുള്ള കുറേ മായങ്ങളുണ്ട്. നമ്മൾ കഴിക്കുന്ന പച്ചക്കറികളിലുണ്ടാകുന്ന മായങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ ശ്വസിക്കുന്ന വായു വിഷലിപ്തമാണ്. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഇപ്പോൾ ഉണ്ട്. ഇതുകൂടാതെ തന്നെ നമ്മളുടെ സാമൂഹികമായ ചുറ്റുപാടിലുണ്ടാകുന്ന മാറ്റങ്ങൾ, സാമ്പത്തികമായിട്ടും നമ്മൾ പുരോഗതി ഉണ്ടാകുമ്പോൾ അതിനോടൊപ്പം തന്നെ നമുക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്നു. ഒരുപാട് മാറ്റങ്ങൾ അങ്ങനെയും ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും സ്ത്രീകളിലേക്ക് വരികയാണെങ്കിൽ വിവാഹത്തിൻ്റെ പ്രായം കൂടുന്നത്, അല്ലെങ്കിൽ വിവാഹപ്രായം വൈകുന്നത്, വൈകിയ വിവാഹം കഴിച്ച ശേഷവും കുട്ടികൾ ഉണ്ടാകുന്നതിൻ്റെ നിരക്ക് കുറയുന്നത്, കുട്ടികൾ ഉണ്ടാവുകയാണെങ്കിലും അവർക്ക് മുലപ്പാൽ കൊടുക്കുന്നതിൻ്റെ കുറവ്, ഇങ്ങനെയുള്ള ഒരുപാട് ഫാക്ടേഴ്സ് നമുക്ക് ബ്രസ്റ്റ് ക്യാൻസറിന് കാരണമായി ലോകത്തെ ഒരുപാട് ഗവേഷണങ്ങൾ വഴി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. എന്തൊക്കെയാണ് ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ? ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ പ്രധാന ലക്ഷണം സ്തനത്തിലുണ്ടാകുന്ന വേദനയുള്ളതും വേദനയില്ലാത്തതുമായ മുഴകളാണ്. മുൻകാലങ്ങളിലൊക്കെ മാസികകളിലും TV-യിലൊക്കെ പറയുമായിരുന്നു വേദനയിൽ ഉള്ള മുഴകൾ കുഴപ്പമില്ലാത്തതാണ് എന്നുള്ളത്. അതൊന്നും തീരെ ആക്സെപ്റ്റബിൾ അല്ല. ഇപ്പോൾ വേദനയുള്ളതോ വേദനയില്ലാത്തതോ ആയ മുഴകൾ സ്തനത്തിലുണ്ടാകുന്ന നേർത്ത വ്യതിയാനങ്ങൾ, ചിലപ്പോൾ ചില തടിപ്പുകളായിട്ടായിരിക്കും ആദ്യം കാണുന്നത്. സ്തനത്തിലാവാം, അത് നിപ്പിളിൻ്റെ അടുത്താവാം, ചിലപ്പോൾ കക്ഷത്തിലാവാം. ഇങ്ങനെ ഉണ്ടാകുന്ന ചില മുഴകൾ എന്ത് രീതിയിലുള്ള മുഴകളോ തടിപ്പുകളായാലും ഏത് പ്രായക്കാരിലായാലും അവഗണിക്കാൻ പാടില്ല എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, കക്ഷത്തിലുണ്ടാകുന്ന മുഴകൾ, നിപ്പിളിലുണ്ടാകുന്ന വ്രണങ്ങൾ, നിപ്പിൾ ഡിസ്ചാർജ്, നിപ്പിളിൽ നിന്നുള്ള നീരൊഴുക്ക്, ഇങ്ങനെയുള്ള പല ലക്ഷണങ്ങളും ബ്രസ്റ്റ് ക്യാൻസറിന് ഉണ്ട്. പിന്നെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, വളരെ ലേറ്റ് ആയിട്ടുള്ള സ്റ്റേജിൽ പലപ്പോഴും ഇത് പൊട്ടി വ്രണമായും അങ്ങനെയുള്ള മുറിവായും ഒക്കെ കാണുന്നുണ്ട്. എങ്ങനെയാണ് നമുക്ക് ഈ രോഗം നേരത്തെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നത്? സ്തനാർബുദം കണ്ടുപിടിക്കാൻ ഒരുപാട് നൂതന മാർഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളത് രോഗിയുടെ അവയർനെസ്സാണ്. ആദ്യത്തെ കാര്യം, 20 വയസ്സിന് ശേഷമുള്ള എല്ലാ സ്ത്രീകളും സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ നിർബന്ധമായും ചെയ്തിരിക്കണം. എല്ലാ മാസത്തിലും അവരുടെ മാസമുറയ്ക്ക് ശേഷമുള്ള ആദ്യത്തെ ആഴ്ച ഒരു നിലക്കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ആറിടവും കൈകൊണ്ട് പരിശോധിച്ചാൽ തന്നെ മാറിടത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റും. ഇങ്ങനെ വല്ല വ്യതിയാനങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഉടൻ തന്നെ ഒരു ഡോക്ടറിനെ സമീപിക്കാം. അത് നിങ്ങളുടെ ഫാമിലി ഡോക്ടറാവാം, ഗൈനക്കോളജിസ്റ്റ് ആവാം, അല്ല അർബുദ ചികിത്സാ വിദഗ്ധനാവാം, ആരും തന്നെ ആയിക്കോട്ടെ. പക്ഷേ ഇതിൽ ഒരു പ്രാവീണ്യമുള്ള ഒരു ഡോക്ടറിനെ കാണുക, കണ്ട് സംസാരിക്കുക. അപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശാനുസരണം ആവശ്യമാണെങ്കിൽ മറ്റു ടെസ്റ്റുകൾ,
മറ്റു ടെസ്റ്റുകൾ എന്ന് പറയുമ്പോൾ പലപ്പോഴും അൾട്രാസൗണ്ട് 30 വയസ്സിൽ താഴെയുള്ള സ്ത്രീകളാണെങ്കിൽ അൾട്രാസൗണ്ട് ചെയ്യും. 30 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളാണെങ്കിൽ മാമോഗ്രാം പോലുള്ള ടെസ്റ്റുകൾ, എക്സ്റേ മാമോഗ്രാം പോലുള്ള ടെസ്റ്റുകൾ ഡോക്ടർ നിർദ്ദേശിക്കും. എന്നിട്ടും സംശയം ദൂരീകരിക്കാനുണ്ടെങ്കിൽ FNAC, അതായത് ഫൈൻ നീഡിൽ ആസ്പിരേഷൻ സൈറ്റോളജി എന്ന് പറയുന്ന ഒരു വളരെ ലളിതമായ ഒരു ബയോപ്സിയിലൂടെ അസുഖം 99% കൃത്യതയോടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ക്ലിനിക്കൽ എക്സാമിനേഷൻ, റേഡിയോളജി അതായത് മാമോഗ്രാഫി, പത്തോളജി അതായത് FNAC, അങ്ങനെ 3 ടെസ്റ്റുകളും കൂടി കമ്പൈൻ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ ട്രിപ്പിൾ അസസ്മെൻ്റ് എന്നാണ് പറയുന്നത്. അതുവഴി ഒരു 99% കൃത്യതയോടെ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ സ്ഥിരീകരണം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ രോഗം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇതിൻ്റെ ചികിത്സാ രീതികൾ? ഈ രോഗം എത്ര നേരത്തെ കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാന ഘടകം. എത്ര നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റുന്നു അത്രയും നല്ല റിസൾട്ട് ബ്രസ്റ്റ് ക്യാൻസറിന് ഉണ്ട്. മറ്റ് ക്യാൻസറുകളിൽ നിന്നെല്ലാം ബ്രസ്റ്റ് ക്യാൻസർ വ്യത്യസ്തമാകുന്നതും ഈ കാരണം കൊണ്ടാണ്. കാരണം നമ്മൾ ക്യാൻസറിനെ പറ്റി കേൾക്കുമ്പോൾ തന്നെ ഒരു ഭീതിയാണ്. മുടി പോയിട്ടുള്ള മുഖം, അല്ലെങ്കിൽ ക്ഷീണിച്ച് അവശയായിട്ടുള്ള ഒരു ശരീര പ്രകൃതമാണ് നമുക്ക് എപ്പോഴും മനസ്സിലേക്ക് വരുന്നത്. പക്ഷേ ഒരു പരിധിവരെ ബ്രസ്റ്റ് ക്യാൻസറിനെ സംബന്ധിച്ചിടത്തോളം ഇത്ര പേടിക്കേണ്ട ഒരു കാര്യമില്ല. ഒന്നാമത്തെ കാര്യം, ക്യാൻസറിന് നമ്മൾ സ്റ്റേജുകളായാണല്ലോ പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേജിലുള്ള ബ്രസ്റ്റ് ക്യാൻസർ ആണെങ്കിൽ 90% സ്ത്രീകളും 10 വർഷത്തിന് ശേഷം, അത് ചികിത്സയ്ക്ക് ശേഷം ജീവനോടെ ഇരിക്കുന്നുണ്ടെന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ നമുക്ക് ചികിത്സിച്ച് പൂർണ്ണമായും ഭേദമാക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ് ബ്രസ്റ്റ് ക്യാൻസർ എന്നുള്ളത്. അപ്പോൾ എന്നോട് ചോദിച്ചത് എന്തൊക്കെയാണ് ചികിത്സാ രീതികൾ എന്നല്ലേ? ചികിത്സാ രീതികൾ പ്രധാനമായും ശസ്ത്രക്രിയയാണ് ബ്രസ്റ്റ് ക്യാൻസറിനുള്ള ആദ്യത്തെ ചികിത്സാ രീതി. പ്രത്യേകിച്ചും സ്റ്റേജ് 1ഉം 2ഉം സ്റ്റേജിലുള്ള ബ്രസ്റ്റ് ക്യാൻസറുകളിൽ വളരെ ലളിതമായ ശസ്ത്രക്രിയയിലൂടെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. അതിനുശേഷം പലപ്പോഴും ആവശ്യമുണ്ടെങ്കിൽ, റിപ്പോർട്ടിനനുസരിച്ച് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കീമോതെറാപ്പി അല്ലെങ്കിൽ റേഡിയേഷൻ ട്രീറ്റ്മെൻറ്റ്, ഹോർമോൺ ട്രീറ്റ്മെൻറ്റ്, അങ്ങനെയുള്ള ഒരുപാട് നൂതന ചികിത്സാ വിധികൾ വേറെയുമുണ്ട്. മുൻകാലങ്ങളിൽ ബ്രസ്റ്റ് ക്യാൻസർ പിടിപെട്ട് കഴിഞ്ഞാൽ സ്തനം നീക്കം ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു ഒരു വഴി. പക്ഷേ ഇപ്പോൾ അത് ഒരുപാട് മാറിക്കഴിഞ്ഞു. പുതിയ ഒരുപാട് ട്രീറ്റ്മെൻറ്റ്, സ്തനം നിലനിർത്തിക്കൊണ്ടുള്ള ശസ്ത്രക്രിയകൾക്കാണ് ഇപ്പോൾ പ്രാധാന്യം കൊടുത്തു വരുന്നത്. സ്തനം നിലനിർത്തിക്കൊണ്ട് ശസ്ത്രക്രിയകൾ ചെയ്യുമ്പോൾ അതിന് എന്തെങ്കിലും ദൂഷ്യവശങ്ങൾ അതിനുണ്ടോ? അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? അതിൻ്റെ ഏറ്റവും പ്രധാന ഗുണം എന്ന് പറയുന്നത്, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സ്തനം എന്നുള്ളത് അവരുടെ ഫെമിനിറ്റിയുടെ, അതായത് സ്ത്രീത്വത്തിൻ്റെ ഒരു പ്രതീകമാണ്. അത് നിലനിർത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രാധാന്യം. നമ്മുടെ ഒരു ചെറു വിരൽ പോലും, അല്ലെങ്കിൽ ഒരു വിരലിൻ്റെ അറ്റം പോലും പോകുന്നതിനെ പറ്റി നമുക്ക് ആലോചിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ സ്ത്രീകൾക്കൊരു മാറിടം പോകുന്നത് അവരുടെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത്, ബ്രസ്റ്റ് ക്യാൻസർ ചികിത്സിക്കുന്ന സമയത്ത് രോഗികളായിരിക്കില്ല, രോഗികളുടെ കൂടെയുള്ള ആൾക്കാരായിരിക്കും പലപ്പോഴും തീരുമാനം എടുക്കുന്നത്, ആ ബ്രസ്റ്റ് റിമൂവ് ചെയ്തോട്ടെ അല്ലെങ്കിൽ നീക്കം ചെയ്തോട്ടെ എന്ന്. പക്ഷേ അതിന് ശേഷം ചികിത്സിച്ച് രോഗം മാറിക്കഴിഞ്ഞാൽ ഈ ഒരു വ്രണവുമായി അല്ലെങ്കിൽ ഒരു മുറിവുമായി ജീവിതകാലം മുഴുവൻ ജീവിക്കേണ്ടിയിരിക്കുന്നത് ഈ രോഗിയാണ്. അത് അവർക്ക് പലപ്പോഴും വിഷാദ രോഗത്തിലേക്കും അവർ മുഖ്യധാരയിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. ഇത് ഒഴിവാക്കാൻ പറ്റുമെന്നുള്ളതാണ് ഈ സ്തനം നിലനിർത്തിക്കൊണ്ടുള്ള ചികിത്സാ രീതിയുടെ ഏറ്റവും വലിയ ഗുണം. അത് പറയുമ്പോൾ തന്നെ സ്തനം നിലനിർത്തിക്കൊണ്ടുള്ള ചികിത്സാ രീതികളും സ്തനം നീക്കം ചെയ്യുന്ന ചികിത്സാ രീതികളും രണ്ടും തമ്മിൽ ശാസ്ത്രീയപരമായി, അല്ലെങ്കിൽ രോഗിയുടെ പ്രോഗ്നോസിസ് വെച്ചിട്ട്, രോഗിക്ക് ചികിത്സയിൽ കൊണ്ടുവന്ന മാറ്റം വെച്ച് യാതൊരു വ്യത്യാസവും ഉണ്ടാവുന്നില്ല. അത് ഈക്വൽ റിസൾട്ട് കൊടുക്കാൻ പറ്റുന്ന ചികിത്സാ രീതികളാണ് ഈ രണ്ടും. ഡോക്ടർ, ഈ ബ്രസ്റ്റ് സർജറീസിൽ റീകോണ്ടൂറിങ് സർജറി എന്ന് പറഞ്ഞാൽ എന്താണ്? റീകോണ്ടൂറിങ് സർജറി എന്ന് പറയുന്നത് പലപ്പോഴും ബ്രസ്റ്റിൽ ചിലപ്പോൾ ഒരു ജന്മനായുള്ള ഡിഫക്ട്സ് ആയിരിക്കാം. ഒരു ബ്രസ്റ്റ് ചെറുതായിരിക്കാം, മറ്റേ ബ്രസ്റ്റ് കുറച്ച് വലുതായിരിക്കാം, അല്ലെങ്കിൽ ഒരു അസിമെട്രി ഉണ്ടാവാം. അതുപോലെ തന്നെ പ്രായാധിക്യം കൊണ്ടുള്ള ബ്രസ്റ്റ് സാഗിങ് ഉണ്ടാകാം. അതുപോലെ വേറെ ചിലപ്പോൾ സർജറി കൊണ്ട് ഒരു മാറിടം നീക്കം ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു മാറിടത്തിൻ്റെ ഒരു ഭാഗം നീക്കം ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഡിഫക്ട്സ് കറക്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ റീകോണ്ടൂറിങ് സർജറി എന്ന് പറയുന്നത്. റീകോണ്ടൂറിങ് സർജറി നമ്മൾ സാധാരണയായി എല്ലാവരും അറിയപ്പെടുന്ന കോസ്മെറ്റിക് സർജറിയുമായിട്ട് എന്തെങ്കിലും വ്യത്യാസം, രണ്ടും ഒന്നാണോ അതോ രണ്ടും? കോസ്മെറ്റിക് സർജറി എന്ന് പറയുന്നത് പലപ്പോഴും ഒരു സാധാരണയുള്ള ഒരു അവസ്ഥ, അതിനെ കൂടുതൽ ബ്യൂട്ടിഫൈ ചെയ്യാൻ വേണ്ടി, അതൊരു സൗന്ദര്യവൽക്കരണ ഭാഗമായിട്ടാണ് കോസ്മെറ്റിക് സർജറി ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ
രോഗിക്ക് ഒരു ഡിഫക്റ്റ് ഉണ്ട്, ബോഡിയിലുള്ള അല്ലെങ്കിൽ അവരുടെ ഫിഗറിലുള്ള ഒരു ഡിഫക്റ്റ് ഉണ്ട്. ആ ഡിഫക്റ്റ് കറക്റ്റ് ചെയ്യാണ് റീകോണ്ടൂറിങ് സർജറിയിലൂടെ, അതായത് സാധാരണ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ബ്രസ്റ്റ് ക്യാൻസർ. ബ്രസ്റ്റ് ക്യാൻസറിൽ റീകോണ്ടൂറിങ് സർജറിക്കുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്? ബ്രസ്റ്റ് ക്യാൻസറിൽ പലപ്പോഴും പണ്ട് കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞു മാസ്റ്റെക്ടമി എന്ന് പറയുന്ന സ്ഥലം നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയ ചെയ്ത് സ്ഥാനം ഒരു വശത്ത് സ്ഥലമില്ലാതെ ഒരു വശത്ത് മാത്രം സ്ഥലമുള്ള സ്ത്രീകൾ ഒരുപാട് നമ്മുടെ നാട്ടിലുണ്ട്. ഒരു കണക്ക് വളരെ കൃത്യമായ കണക്കുകളല്ല, 100,000-ൽ പരം സ്ത്രീകളെങ്കിലും അങ്ങനെ കേരളത്തിൽ മാത്രം ഉണ്ടെന്നാണ് അറിയുന്നത്. പലപ്പോഴും നമ്മൾ അറിയുന്നേയില്ല. പക്ഷെ അവരുടെ മാനസികാവസ്ഥ, അവരുടെ ബുദ്ധിമുട്ടുകൾ നമ്മൾ ഊഹിക്കുന്നതിനപ്പുറത്താണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്ക് ബ്രസ്റ്റ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ള ശസ്ത്രക്രിയയാണ് പലപ്പോഴും ഈ റീകോണ്ടൂറിങ് ഓപ്പറേഷൻ വഴി ബ്രസ്റ്റ് ക്യാൻസറിൽ നമുക്ക് ഓഫർ ചെയ്യാനുള്ളത്. അതിനായി നമുക്ക് റീകൺസ്ട്രക്ഷൻ മെത്തേഡ്സ് ഉണ്ട്. അത് മസിലും ഫാറ്റും ഒക്കെ ബോഡിയുടെ മറ്റു ഭാഗത്ത് നിന്ന് എടുത്തു വെച്ചിട്ടുള്ള ഓപ്പറേഷൻ ഉണ്ട്. അതുകൂടാതെ സിലിക്കോൺ ഇംപ്ലാന്റ് പോലുള്ള അതിനൂതനമായ സാധ്യതകൾ നമുക്ക് ഉണ്ട്. ഇങ്ങനെയുള്ള എല്ലാ സാധ്യതകളും തന്നെ നമ്മുടെ വിജയലക്ഷ്മി മെഡിക്കൽ സെൻ്ററിൽ ഞങ്ങൾ കഴിഞ്ഞ 2-3 വർഷമായി വിജയകരമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഡോക്ടർ നേരത്തെ പറഞ്ഞല്ലോ, ബ്രസ്റ്റ് ക്യാൻസർ സർജറിയുടെ കാരണങ്ങൾ പറഞ്ഞപ്പോൾ ജനിതകപരമായ കാരണങ്ങൾ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമായി പറഞ്ഞു. ഒരു രോഗിയുടെ ഒരു വ്യക്തിയുടെ അമ്മയ്ക്കോ ചേച്ചിക്കോ അങ്ങനെയൊക്കെ ബ്രസ്റ്റ് ക്യാൻസർ കണ്ടതായി അവർ കാണുന്നു. അപ്പോൾ ഈ ഒരാൾക്ക് വരാൻ സാധ്യതയുണ്ടോ എന്നുള്ള ഒരു പേടി, അതും മനസ്സിലാക്കാൻ എന്തെങ്കിലും ടെസ്റ്റുകളോ? ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ മാധ്യമങ്ങളിലുള്ള ഡിസ്കഷൻസ് ബ്രസ്റ്റ് ക്യാൻസറിനെ പറ്റി ഒട്ടനവധി സംസാരം ഉണ്ടാവുന്നുണ്ട്. അത് ഒരു പരിധിവരെ നല്ലതാണ്, അവയർനെസ് ഉണ്ടാക്കാൻ വേണ്ടി. പക്ഷേ പലപ്പോഴും അതൊരു ഭീതി ഉണ്ടാക്കുന്ന രീതിയിലേക്ക് വരുന്നുണ്ട്. ബ്രസ്റ്റ് ക്യാൻസറിനെ പറ്റി പേടിക്കേണ്ട ഒരു കാര്യമില്ല. ബ്രസ്റ്റ് ക്യാൻസർ കണ്ടുപിടിക്കുകയാണെങ്കിലും ചികിത്സിച്ച് മാറ്റാവുന്ന ഒരു കാര്യമാണ്, ആദ്യത്തെ കാര്യം. പിന്നെ ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിൽ ഒരു ഫാമിലിയിൽ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലുണ്ടോ എന്ന് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്നത് ഒരു ജനിതകപരമായ ഫാക്ടർ അതിലുണ്ട്. അതുകൊണ്ട് തന്നെ ചില ഫാമിലികളിൽ ബ്രസ്റ്റ് ക്യാൻസർ കൂടുതലായി കണ്ടുവരുന്നുണ്ട്. അമ്മയ്ക്കും അവരുടെ സഹോദരിമാർക്കും അല്ലെങ്കിൽ മക്കൾക്കൊക്കെ ക്യാൻസർ വരുന്ന ഒരു ഫെമിലിയൽ ബ്രസ്റ്റ് ക്യാൻസർ സിൻഡ്രോം അല്ലെങ്കിൽ ഫെമിലിയൽ ക്യാൻസർ സിൻഡ്രോമിൽ ബ്രസ്റ്റ് ക്യാൻസർ, ഓവേറിയൻ ക്യാൻസർ, കുടലിലെ ക്യാൻസർ, ഇങ്ങനെയുള്ള 1-2 ക്യാൻസറുകൾ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ക്യാൻസർ ഉണ്ട്. അതിന് BRCA1, BRCA2 ജീൻസ് ഉള്ള ആൾക്കാരിലാണ് ഇത് വരുന്നത്. അപ്പോൾ ജീൻ പരമായിട്ട് അവർക്ക് ആ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. ഇത് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകൾ നമുക്കിന്ന് അവൈലബിൾ ആണ്. പക്ഷേ കുറച്ച് സാമ്പത്തിക ചിലവുകളുള്ള ഒരു ടെസ്റ്റാണ്. 50,000 രൂപയിൽ മുകളിലാണ് ഈ ടെസ്റ്റിൻ്റെ ചാർജ്. അത് മാത്രമല്ല, ആ ടെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് ടെസ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ ആ രോഗിക്ക് 60% സാധ്യത ബ്രസ്റ്റ് ക്യാൻസർ വരാനുണ്ട് എന്നുള്ളത് ഏകദേശം ഉറപ്പിക്കാൻ പറ്റും. അപ്പോൾ അവർ മിക്കവാറും ബ്രസ്റ്റ് നീക്കം ചെയ്യുന്ന ഓപ്പറേഷനിലേക്കോ അല്ലെങ്കിൽ ഓവറി അണ്ടാശയങ്ങൾ നീക്കം ചെയ്യുന്ന സർജറിയിലേക്കോ പോകേണ്ടതായും വരും. ആദ്യമേ തന്നെ നമ്മൾ ക്യാൻസറിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയപ്പോൾ ജീവിതചര്യയിലുള്ള മാറ്റം ഒരു വലിയ കാരണമായി പറഞ്ഞു. പൊതുവെ എല്ലാ ക്യാൻസറും ഉള്ള ഒരു കാരണമായി തന്നെയാണ് ഡോക്ടർ പറഞ്ഞത്. നമുക്ക് എന്തൊക്കെ വ്യത്യാസങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് ഓരോ വ്യക്തിക്കും ചെയ്യാൻ പറ്റുന്ന ജീവിതത്തിലുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ക്യാൻസറിന് 2 തരം റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്, അപകട സാധ്യത. ഒന്ന് മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ്, മറ്റേത് നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ്. ഈ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ളൂ. നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ ജീനറ്റിക് ഫാക്ടേഴ്സ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും. അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ വെച്ചിട്ട് കാര്യമില്ല. മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ്, അതായത് നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അതിൽ പ്രധാനമായിട്ടുള്ളത് നമ്മുടെ ജീവിതചര്യയാണ്. ജീവിതചര്യ എന്ന് പറയുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ കുടിക്കുന്ന വെള്ളം, അങ്ങനെയുള്ള പല കാര്യങ്ങളും. പക്ഷേ അതിലും നമുക്കൊരു പരിധിയിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന പച്ചക്കറികൾ പലപ്പോഴും വിഷലിപ്തമാണ്. കീടനാശിനി തളിച്ചും അങ്ങനെ മറ്റുമാണ് കൊണ്ടുവരുന്നത്. അത് നന്നായി കഴുകുക, അത് നന്നായി വെള്ളത്തിലിട്ട് ഒരു 6 മണിക്കൂറോ 8 മണിക്കൂറോ ഉപ്പ് വെള്ളത്തിലിട്ട് ശേഷം അത് നന്നായി കഴുകിയ ശേഷം മാത്രം ഉപയോഗിക്കുക. അതുപോലെ തന്നെ മീറ്റിൻ്റെ കൺസപ്ഷൻ കുറക്കുന്നത് ഒരു പരിധിവരെ നല്ലതാണ്. ഫാറ്റി ഫുഡിൻ്റെ ഉപയോഗം കുറയ്ക്കുക, മീറ്റിൻ്റെ ഉപയോഗം കുറയ്ക്കുക, എന്നിങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മളുടെ വ്യായാമം, കൃത്യമായ ഒരു വ്യായാമ മുറ അല്ലെങ്കിൽ റിലാക്സേഷൻ ടെക്നിക്, യോഗ പോലുള്ള ഏതെങ്കിലും ഒരു റിലാക്സേഷൻ ടെക്നിക് ദിവസം ഒരു 30 മിനിറ്റെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഇത് നമ്മുടെ മാനസിക സമ്മർദ്ദത്തെ അല്ലെങ്കിൽ സ്ട്രെസ് എന്ന് പറയുന്ന ഫാക്ടേഴ്സിനെ വളരെയധികം കുറയ്ക്കാൻ പറ്റും. അത് ഒരു പരിധിവരെ നമ്മളുടെ ബോഡിയുടെ
ഇമ്മ്യൂണിറ്റി, അതായത് രോഗപ്രതിരോധ ശേഷിയെ കൂട്ടുന്നു. ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യുന്നതിൽ വളരെ നിർണായകമായ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. ഈ അപ്പോപ്റ്റോസിസ് എന്നുള്ള ഒരു മെക്കാനിസം ബോഡിക്കുണ്ട്. അതാണ് പലപ്പോഴും ക്യാൻസറിനെ തടയുന്നതിൽ അല്ലെങ്കിൽ ക്യാൻസർ വരാതിരിക്കാൻ നമ്മുടെ ശരീരത്തിനുള്ള ഒരു കഴിവാണ്. ഇത്രയും പറയുമ്പോൾ ക്യാൻസർ എന്താണ് എന്നതുകൂടെ വളരെ സിമ്പിളായിട്ട് പ്രേക്ഷകർക്ക് മനസ്സിലാകത്തക്ക രീതിയിലൊന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാമായിരുന്നു. ക്യാൻസർ എന്ന് പറയുന്നത് ശരീരത്തിലെ കോശങ്ങളുടെ അല്ലെങ്കിൽ കോശങ്ങളുടെ അനിയന്ത്രിതമായ അനാവശ്യമായ വളർച്ച. അത് കോശങ്ങളുടെ ആവാം, അത് ഏതെങ്കിലും ഒരു അവയവത്തിൻ്റെ ആകാം. ഈ കോശങ്ങളുടെയോ അവയവങ്ങളുടെയോ ഈ വളർച്ച കാരണം അത് ചില ക്ലിനിക്കൽ സയൻസ്, അതായത് നമുക്ക് പുറത്ത് ബാഹ്യമായി പ്രകടമാകുന്ന ചില ലക്ഷണങ്ങളായി പുറത്തു വരുമ്പോഴാണ് നമ്മളതിനെ ക്യാൻസർ എന്ന് പറയുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ, ഒരു വ്യക്തിയുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് ക്യാൻസറിൻ്റെ പ്രോസസ്സ് നടന്നിട്ടുണ്ടാവും. അതായത് ഒരു ക്യാൻസർ സെല്ലെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ നമ്മുടെ ശരീരത്തിൽ ഞാൻ പറഞ്ഞ അപ്പോപ്റ്റോസിസ് എന്ന് പറഞ്ഞ മെക്കാനിസം വഴി അത് നേരത്തെ തന്നെ കണ്ടുപിടിക്കാനും അത് ഇല്ലാതാക്കാനുമുള്ള മെത്തേഡ്സ് നമ്മുടെ ശരീരത്തിലുണ്ട്. അതുവഴി ആ ക്യാൻസർ സെല്ലിനെ അവിടെ വെച്ച് തന്നെ നശിപ്പിക്കുന്നു. അതുകൊണ്ട് അത് ക്യാൻസർ എന്ന ഒരു ഫുൾ ഫ്ലെഡ്ജ് ക്യാൻസർ ആയിട്ട് അല്ലെങ്കിൽ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ, ക്ലിനിക്കലായി നമുക്ക് കാണാൻ പറ്റുന്ന ക്യാൻസറായി പുറത്തു വരുന്നില്ല. ഒരു കാര്യം കൂടെ ഡോക്ടറിനോട് ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. പേരിന്റെ കൂടെ ഓങ്കോപ്ലാസ്റ്റിക് സർജൻ എന്നാണ് പറഞ്ഞത്. എന്താണ് ഈ ഓങ്കോപ്ലാസ്റ്റിക് സർജറി? ഓങ്കോപ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത് ഒരു പുതിയ ശാസ്ത്ര മേഖലയാണ്. അത് ഇന്ത്യയിൽ വളരെയധികം പ്രചാരം വന്നിട്ടില്ല. യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ വളരെയധികം പ്രചാരത്തിലുള്ള ഒരു മേഖലയാണ് ഓങ്കോപ്ലാസ്റ്റിക് സർജറി. പലപ്പോഴും ബ്രസ്റ്റ് ക്യാൻസറിൽ മാത്രമല്ല പല ക്യാൻസറിലും നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, അവയവത്തിലോ ഉണ്ടാകുന്ന ഒരു മുഴയോ അല്ലെങ്കിൽ വളർച്ചയാണ് ക്യാൻസർ. അപ്പോൾ ആ അവയവത്തിൻ്റെ ലോസിലേക്ക്, അതായത് ആ അവയവം മുറിച്ച് മാറ്റുന്നതിലേക്കാണ് പലപ്പോഴും ക്യാൻസർ ചികിത്സാ രീതി പണ്ടുകാലം മുതലേ ഉണ്ടായിരുന്നത്. ആ ഒരു അവസ്ഥയിൽ നിന്ന് ആ അവയവത്തെ നിലനിർത്തിക്കൊണ്ടുള്ള ശസ്ത്രക്രിയ അല്ലെങ്കിൽ ചികിത്സാ രീതി, അതിനാണ് നമ്മൾ ഫങ്ഷണൽ സർജറി എന്ന് പറയുന്നത്. അതിലേക്കാണ് നമ്മൾ മാറിയത്. അതിൽ നിന്നും മാറി ഇപ്പോൾ ആ അവയവം മുഴുവനായി നിലനിർത്തുക, അതിൻ്റെ രൂപം പോലും മാറ്റം വരാതെ നിലനിർത്തുക, അതിനാണ് ഈ ഓങ്കോപ്ലാസ്റ്റിക് സർജറി പലപ്പോഴും ആവശ്യപ്പെടുന്നത്. ഉദാഹരണമായി സ്തനത്തിൽ ഒരു മുഴയുണ്ടായാൽ, അതൊരു താരതമ്യേന ചെറിയ മുഴയാണെങ്കിൽ അത് നമുക്ക് വളരെ ചെറിയ ഒരു ഓപ്പറേഷനില്ല, ആ മുഴയും അതിന് ചുറ്റുഭാഗമുള്ള മാർജിൻസ് മാത്രം എടുത്ത് മാറ്റി മറ്റു ഭാഗത്ത് നിന്ന്, സ്തനത്തിൻ്റെ മറ്റു ഭാഗത്ത് നിന്ന് ടിഷ്യൂ മൊബിലൈസ് ചെയ്ത് ആ ഭാഗം ഫില്ല് ചെയ്യുന്നത് വഴി അത് ബ്രസ്റ്റിൻ്റെ ബാഹ്യ രൂപം, അതായത് എക്സ്റ്റേണൽ അപ്പിയറൻസിൽ ഒരു മാറ്റവും ഇല്ലാത്ത രീതിയിൽ നമുക്ക് ചികിത്സ നടത്താൻ പറ്റുന്നത്. ഇത് ഓങ്കോപ്ലാസ്റ്റിയുടെ ഒരു വലിയ സാധ്യതയാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ചികിത്സയിലുള്ള ഔട്ട്കം, അതായത് അതിൻ്റെ റിസൾട്ടിൽ ഒരു മാറ്റവും ഈ സർജറിയോ അല്ലെങ്കിൽ ബ്രസ്റ്റ് റിമൂവലോ കൊണ്ടും ഉണ്ടാവുന്നില്ല. രണ്ടും തമ്മിലൊരു വ്യത്യാസവുമില്ല. അതുകൊണ്ട് തന്നെ ഓങ്കോപ്ലാസ്റ്റിക് സർജറിക്ക് ഒരുപാട് സാധ്യതകളാണ് ഇനി വരാനുള്ള കാലത്ത് ഉള്ളത്.